രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. നാരായണീയം കേൾക്കാൻ വന്നിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ, നിങ്ങൾക്ക് രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ട് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. മറ്റുള്ളവർ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർ പ്ലേലിസ്റ്റിൽ കയറിയാൽ മതി. അതിൽ തന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്ന കഥയുണ്ട്, അതും നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പം ഞാൻ വേഗം തുടങ്ങുകയാണ് കേട്ടോ. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തന്ന് നമ്മളെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം 4ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് സുപരിചിതയായ നമ്മുടെ പ്രിയപ്പെട്ട രാധിക പാടുകയാണ്. അപ്പം രാധിക പാടുന്നത് കേട്ടോളൂ. ഞാൻ പെട്ടെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ. കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹൂസ്തദാത്മാ. കസ്മാനോ നിഷ്കളസ്ത്വം സകള ഇതി വജസ് ത്വത്കലാസ്വേവ ഭൂമൻ. അപ്പോൾ നമ്മുടെ രാധിക ഇത് പാടിത്തന്നത് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് നാരായണീയം തുടങ്ങാം. അതിനു മുമ്പ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊരു വലിയ സമ്മാനം ഞാൻ തരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ രാധേ രാധേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് കൃഷ്ണൻ്റെ ഗോപികമാരാകാൻ ആഗ്രഹം കാണുമല്ലോ.
കൃഷ്ണൻ്റെ ഗോപികമാരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വരുന്ന ധനുമാസത്തിൽ ഒരു വ്രതമനുഷ്ഠിച്ചിട്ട് ഞാൻ പറയുന്ന പദ്യം, അതായത് തിരുപ്പാവൈ, തമിഴാണ്. അപ്പോൾ ഓർമ്മിക്കുക, കൃഷ്ണൻ്റെ ഗോപികമാരാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ കൃഷ്ണൻ്റെ ഗോപികമാരാക്കാൻ വേണ്ടി ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സാക്ഷാൽ രാധാറാണി ആണ്ടാളെന്ന പേരിൽ പുനർജന്മം എടുത്തു വന്ന് രചിച്ചതാണ് തിരുപ്പാവൈ. തമിഴാണ്, പക്ഷേ പേടിക്കണ്ട, എനിക്ക് തമിഴറിയാം. ഞാൻ ഓരോ വാക്കും പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അപ്പം ഇനി തിരുപ്പാവൈ ബുക്ക് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുസ്തകമില്ലാതെ തന്നെ എൻ്റെ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ വരികളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വ്രതമെടുത്തിട്ട് ഈ പറയുന്ന തിരുപ്പാവയിലെ വരികൾ ഞാൻ പറയുന്ന രീതിയിൽ ചൊല്ലിയാൽ മതി. കൃഷ്ണനെ ഗോപികമാരായി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് പിന്നെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പം നമുക്ക് സമയമില്ല. അപ്പോൾ നോക്കിക്കൊള്ളൂ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേകമുക്താവലി. അങ്ങനെയാണ് ചേർത്തെഴുതുമ്പം നിർലീനാനേക, നിർലീന അനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസ. അതായത് കല്ലോലം അധികം ഉല്ലാസ. അപ്പം നമ്മൾ ചേർത്തെഴുതുമ്പം കല്ലോലോല്ലാസ തുല്യം കലു വിമലതരം സത്വമാഹുസ്തധാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം. ആ നിഷ്കള എന്നതിന് കല എന്നും ചേർക്കാം, നിഷ്കലസ്ത്വം എന്നും പറയാം. നിഷ്കളസ്ത്വം സകല. ആ സകല എന്നിടത്ത് വേണമെങ്കിൽ സകല എന്നും പറയാം. ഇതി വജസ്തോ ഉണ്ടോ, ഇതി വജസ്തോ കലാസ്വേവ ഭൂമൻ. അപ്പൊ അർത്ഥം എഴുതിക്കോ. നിഷ്കമ്പേ സമം ചലിക്കാത്ത, നിത്യപൂർണേ സമം എന്നും പൂർണ്ണമായിരിക്കുന്ന, കോമ ഇട്ടിട്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, നിരവധി സമം ഇട്ടിട്ട് അനവധി, പീയൂഷം സമം ഇട്ടിട്ട് അമൃത്, നിർലീനം സമം ഇട്ടിട്ട് ഇഴുകിച്ചേർന്ന, ഒരർത്ഥവും കൂടെ എഴുതിക്കോ, അലിഞ്ഞു ചേർന്ന, അലിഞ്ഞു ചേർന്ന, അനേകമുക്ത, അനേകം മുത്തുമണികൾ ഒരർത്ഥം, അനേകമുക്ത സമം ഇട്ടിട്ട് അനേകം മുത്തുമണികൾ, കോമ മുക്തന്മാരായവരുടെ കൂട്ടം മഹാത്മാക്കൾ. അങ്ങനെ രണ്ടർത്ഥമുണ്ട്. ഒന്ന് അനേകം മുത്തുമണികൾ, രണ്ട് മുക്തന്മാരായ മഹാന്മാരുടെ, മുക്തന്മാരായവരുടെ കൂട്ടം. അതെന്താണെന്ന് ഞാനിത് പിന്നെ പറഞ്ഞുതരാം. സുഭഗം, സുഭഗം മനോഹരമായ, ഐശ്വര്യമായ എന്നൊക്കെയാണ് അർത്ഥം. ഭാഗ്യം തരുന്ന മൂന്നർത്ഥമുണ്ട് സുഭഗത്തിന്. ഒന്ന് മനോഹരമായ, രണ്ട് ഐശ്വര്യം തരുന്ന, മൂന്ന് ഭാഗ്യമുള്ള. സുഭഗതം എഴുത്, സുഭഗതം സുന്ദരമാക്കപ്പെട്ട. നിർമ്മലം, നിർമ്മലം പരിശുദ്ധം. ബ്രഹ്മസിന്ധൗ, സിന്ധു സമുദ്രം. അപ്പൊ ബ്രഹ്മസിന്ധൗ ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ. കല്ലോലം, കല്ലോലം അർത്ഥം എഴുത് വലിയ തിരമാല. ഉല്ലാസം, ഉല്ലാസം സന്തോഷം. ഖലു, ഖലു തീർച്ചയായും. വിമലതരം, വിമലതരം ശുദ്ധമായ, കളങ്കമില്ലാത്ത. സത്വം, സത്വം രൂപം, സത്വം രൂപം. ആഹൂസ്തദാത്മാ, ആ രൂപത്തോടു കൂടിയ അവിടുന്ന്. ആഹൂസ്തദാത്മാ, ആ രൂപത്തോടു കൂടിയ അവിടുന്ന്. നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുകൊണ്ട് അർത്ഥം ഇച്ചിരി സ്പീഡിന് പറയുകയാണ്. അമ്മമാർക്ക് ആ അർത്ഥം അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരും. കാരണം നമുക്ക് എക്സ്പ്ലനേഷൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരല്പ സ്പീഡിന് പറഞ്ഞത്. കസ്മാന്നോ, കസ്മാന്നോ എന്തുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന്. കവി പറയുന്നത് എന്തുകൊണ്ടല്ല. നിഷ്കലസ്ത്വം, അതല്ലെങ്കിൽ നിഷ്കളസ്ത്വം, നിഷ്കളങ്കൻ. അർത്ഥം എഴുതിക്കോണം, നിഷ്കളങ്കൻ.
കസ്മാത്, മനസ്സിലായില്ലേ? കസ്മാത്തോ നിഷ്കള, എന്തുകൊണ്ട് നിഷ്കളങ്കനല്ല. എഴുതിക്കോ, കസ്മാത്തോ നിഷ്കള, അർത്ഥം എന്തുകൊണ്ട് നിഷ്കളങ്കനല്ല, ബ്രാക്കറ്റിൽ നിഷ്കളങ്കനാണ് എന്നാണ് അർത്ഥം. സകല ഇതി വജസ്, സകള ഇതി, സകല എന്നും പറയാം സകള എന്നും പറയാം, രണ്ടും കറക്റ്റാ. സകള ഇതി വജസ്, അർത്ഥം സകള എന്ന വാക്ക്. സകള ഇതി വജസ് എന്നെഴുതി സമം ഇട്ടിട്ട് സകള എന്ന വാക്ക്. ത്വത് കലാസ്വേവ, ത്വത് കലാസ്വേവ, അർത്ഥം എഴുത് അങ്ങയുടെ കലകൾക്ക് മാത്രം, അങ്ങയുടെ കലകൾക്ക് മാത്രം ചേരുന്നത്. അങ്ങനെ എഴുതി വയ്യ, അങ്ങയുടെ കലകൾക്ക് മാത്രം ചേരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇതിനകത്ത് ഓരോ വരിയായിട്ട് വിവരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അർത്ഥം ഞാൻ അല്പ സ്പീഡിനാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ടെല്ലാം നിർത്തി പറയും. അർത്ഥത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്പീഡിന് പറഞ്ഞതുകൊണ്ട് അമ്മമാരെന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ആ ശ്ലോകം ഒന്നേന്ന് ആദ്യത്തെ വരി നമുക്കെടുക്കാം. ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിഷ്കമ്പേ, ബ്രഹ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രഹ്മം നിഷ്കമ്പേ, ചലിക്കാത്തതാണ്. നിത്യപൂർണേ, പൂർണ്ണമായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മം എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതാണ്. നിരവധി നിരവധി അനന്തമായ പരമാനന്ദം നൽകുന്നതാണ് ഈ ബ്രഹ്മം. ആ ബ്രഹ്മം രൂപം പൂണ്ടു പീയൂഷപൂരേ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം, ആ പരമാനന്ദം ഒരു രൂപം പൂണ്ടു. ആ രൂപമാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ ശ്രീരകത്തങ്ങനെ വിലസുന്ന നമ്മുടെ കണ്ണൻ, നമ്മുടെ നാരായണൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബ്രഹ്മത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആദ്യം പറയുന്നു. ബ്രഹ്മത്തിൻ്റെ സ്വഭാവം നിഷ്കമ്പമാണ്, ചലിക്കാത്തതാണ്. ബ്രഹ്മത്തിൻ്റെ സ്വഭാവം നിത്യപൂർണമാണ് എന്ന് പറഞ്ഞാൽ അത് എല്ലായിടവും നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം നിരവധി പരമാനന്ദമാണ്, ഭയങ്കരമായ ആനന്ദമാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. പക്ഷേ ഈ ബ്രഹ്മത്തെ നമുക്ക് അറിയാനോ കാണാനോ പറ്റില്ല. കാരണം രൂപം ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റൂ. മനസ്സിലായി? റോഡിലൂടെ വണ്ടി പോകുന്ന ശബ്ദമാണ്. കാരണം രൂപമുണ്ടെങ്കിലല്ലേ നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ ബ്രഹ്മത്തിന് രൂപമില്ല. അതിനുവേണ്ടി ഈ പരമാനന്ദത്തെ, നിശ്ചലമായി നിൽക്കുന്നതിനെ, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപത്തെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി നമ്മളോട് കരുണ തോന്നിയിട്ട് ആ ബ്രഹ്മം ഉണ്ടല്ലോ, പരമാനന്ദ സ്വരൂപൻ, ആ ചൈതന്യം ഗുരുവായൂർ ശ്രീലകത്ത് വന്നു കഴിഞ്ഞു. അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. മനസ്സിലായ? ആ ബ്രഹ്മം അങ്ങനെ നിൽക്കുക. ഞങ്ങൾ ഒരിക്കലും കരുതരുത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ ആ ശ്രീലകത്തിൻ്റെ ഉള്ളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണെന്ന് ഒരിക്കലും കരുതരുത്. പ്രപഞ്ചം മുഴുവൻ ഗുരുവായൂരപ്പനാണ്. പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ മയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയാലും പറയാം, ആ പ്രപഞ്ചത്തെ വായുവിനെ നോക്കി പറയാം, എൻ്റെ ഗുരുവായൂരപ്പാ, എൻ്റെ ഗുരുവായൂരപ്പാ. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന മരത്തിൻ്റെ അടുത്ത് ചെന്ന് ആ മരത്തെ തലോടിയിട്ട് പറ, എൻ്റെ ഗുരുവായൂരപ്പാ. നാരായണ, മുറ്റത്തൊരു കാക്ക വന്നിരുന്നാൽ ഉടനെ കാരുണ്യത്തോടെ നോക്കിയിട്ട് പറ, നാരായണ നാരായണ, എൻ്റെ ഗുരുവായൂരപ്പാ. കാരണം സർവ്വജീവജാലങ്ങളിലും സർവചരാചരങ്ങളിലും സകലടവും നിറഞ്ഞു നിൽക്കുകയല്ലേ ഗുരുവായൂരപ്പൻ. ഒരു കൊച്ചു പുഴുവിനെ കണ്ടാലും നിങ്ങൾ പറ, നാരായണ നാരായണ. നിങ്ങളുടെ വീട്ടിലൂടെ പല്ലിയും പാറ്റയും ഒക്കെ ഓടുമ്പോൾ പറ, നാരായണ, എൻ്റെ നാരായണ. വീട്ടിൽ ചെലന്തിയെ കാണുമ്പം ഇങ്ങനെ പറയാതെ, ആ ചെലന്തിയും നാരായണനാണ്. നാരായണനല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ നാരായണനാണ്, നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂർ ശ്രീലകത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഗുരുവായൂരപ്പൻ, അവിടെ നമുക്ക് കാണാൻ വേണ്ടി രൂപം കൊണ്ട് നിൽക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ രൂപമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം മനസ്സിലായല്ലോ, ഈ ബ്രഹ്മത്തിന് രൂപമില്ല, ബ്രഹ്മം ചലിക്കാത്തത്, ബ്രഹ്മം ആനന്ദം നൽകുന്നത്. പക്ഷെ ബ്രഹ്മത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല.
അങ്ങനെ ബ്രഹ്മത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഈ ബ്രഹ്മം എന്തു ചെയ്തു? ഒരു രൂപം കൈക്കൊണ്ടതാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തെ ശ്രീകോവിലിൽ അങ്ങനെ വിലസുന്ന ആരാണ്? ഭഗവാൻ. അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ബ്രഹ്മത്തിന്റെ സ്വഭാവം, രണ്ട് ആ ബ്രഹ്മം രൂപം പ്രാപിച്ചത്. ഈ ബ്രഹ്മം ഒരു കാരണവശാലും ചലിക്കുന്നില്ല, അത് എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ഈ പ്രപഞ്ചം. ഈ നേരത്തെ പറഞ്ഞ കണക്ക് പ്രപഞ്ചത്തിലെ നദിയും വൃക്ഷവും മനുഷ്യനും പല്ലിയും പാറ്റായും സൂര്യനും നക്ഷത്രവും സകലതും ഈ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ബ്രഹ്മം എപ്പോഴും പരമാനന്ദം അനുഭവിക്കും. പക്ഷേ ബ്രഹ്മത്തിൻ്റെ ഭാഗമായ പ്രപഞ്ചത്തിലെ ജീവികൾക്ക് അവരാനന്ദം അനുഭവിക്കും വല്ലപ്പോഴും. അത് അപ്പോഴും തന്നെ അതങ്ങ് കെട്ടടങ്ങുകയും ചെയ്യും. നിത്യമായ ആനന്ദം ആർക്കില്ല? നമുക്ക് ഇല്ല. ബ്രഹ്മം പരിധിയില്ലാത്ത ആനന്ദമാണ് ഉള്ളത്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ബ്രഹ്മം ചലിക്കുന്നില്ല എന്ന് നമ്മളെടുത്ത് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രഹ്മം ചലിക്കാത്തതെന്ന് നമുക്ക് തോന്നാം, ഇല്ലേ? ബ്രഹ്മം നിഷ്കമ്പം. ഇപ്പൊ ഞാനിങ്ങനെ 5-6 വട്ടം ഇങ്ങനെ നിഷ്കമ്പം എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പം നിങ്ങൾക്ക് പിന്നെ നിഷ്കമ്പം തോന്നുമ്പോൾ ഒരു പാടും തോന്നത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വലിയ സംസ്കൃത വാക്കായിട്ട് തോന്നും. അപ്പൊ ഞാൻ സംസ്കൃതത്തിലും പറഞ്ഞ് മലയാളത്തിലും 2-3 വട്ടം ആവർത്തിച്ച് തരുമ്പം ഈ വാക്കൊരു മലയാളം വാക്കുപോലെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നിഷ്കമ്പം, ഈ ബ്രഹ്മം ചലിക്കാത്തതാണെന്നാ പറയുന്നത്. എന്തുകൊണ്ട് ചലിക്കുന്നില്ല? ചലിക്കണമെങ്കിൽ സ്ഥലം വേണ്ടേ? സ്ഥലം ഉണ്ടെങ്കിലല്ലേ ചലിക്കാൻ പറ്റൂ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറുന്നു. പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ പറയുകയാണ് കുറച്ചും കൂടെ നീങ്ങിയെന്നേ. അപ്പം നമുക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നില്ലേ എങ്ങോട്ട് നീങ്ങാൻ? ഇവിടെ ഇടിച്ചു കുത്തി അമക്കി നിൽക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് നീങ്ങുന്നത്? കാരണം നീങ്ങണമെങ്കിൽ സ്പേസ്, സ്ഥലം വേണം. സ്ഥലമില്ലാതെ നമ്മൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്? അതുപോലെ ഈ ബ്രഹ്മം എല്ലായിടവും നിറഞ്ഞു നിൽക്കുകയല്ലേ. 1 ഇഞ്ച് സ്ഥലമില്ല ബ്രഹ്മത്തിന് നീങ്ങാനായിട്ട്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മം ഏതാണ്? നിശ്ചലമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇനി നമുക്കൊരു സംശയം തോന്നും. എന്താണ് ഈ സംശയം? ഈ ചലിക്കാത്ത ബ്രഹ്മത്തിന് എങ്ങനെയാണ് ആനന്ദം അനുഭവിക്കുന്നത്? ചലിക്കാത്ത ബ്രഹ്മം എങ്ങനെയാണ് ആനന്ദം നൽകുന്നത്? ചലിക്കുമ്പോഴല്ലേ ആനന്ദം. കാരണം നമ്മളൊക്കെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചലിക്കാതെ ഇങ്ങനെ നിശ്ചലമായിരുന്നാൽ നമുക്ക് എങ്ങനെയാണ് ആനന്ദം ഉണ്ടാകുന്നത്? നിങ്ങൾ വളരെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചലിക്കുമ്പോൾ ഒരിക്കലും ആനന്ദം കിട്ടുന്നില്ല. ചലിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാണ് ഉണ്ടാകുന്നത്. ഈ സത്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു. നിങ്ങൾ രാവിലെ ഉറക്കമുണർന്നാൽ വൈകുന്നേരം വരെ നിങ്ങൾ ഉറങ്ങുന്നത് വരെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്നില്ല. ആനന്ദം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്ക് ഒരു അല്പസമയമെങ്കിലും ചലിക്കാതെ നിശ്ചലമായിരിക്കുന്നത്. അതിൻ്റെ പേര് ധ്യാനം, മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. നിങ്ങൾ എന്തിനാ ധ്യാനത്തിന് പോകുന്നത്? ആ ധ്യാനത്തിൽ വിചാരങ്ങളെയൊക്കെ അടക്കി ഇങ്ങനെ ഇരിക്കുമ്പം മനസ്സിനകത്തൊരു സന്തോഷം ഉണ്ടാകും. അപ്പം നമ്മൾ എന്താ പറയുന്നത്? മെഡിറ്റേഷന് പോയതിന് ശേഷം ഇപ്പോൾ കുറേ ചേഞ്ച് ഉണ്ട്, അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? മെഡിറ്റേഷന് പോയതിന് ശേഷം ഒരു സമാധാനമുണ്ട്. ചില കുടുംബ കലഹമുള്ള വീട്ടിലെ സ്ത്രീകൾ എന്നോട് പറയാറുണ്ട്, ആ മെഡിറ്റേഷന് പോയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. കണ്ടോ? ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓടി നടന്നാണോ മെഡിറ്റേഷൻ ചെയ്യുന്നത്? അല്ല, നിശ്ചലമായിരിക്കണം. നിശ്ചലമായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മനസ്സടങ്ങും. ഈ മനസ്സടങ്ങിയാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഋഷിമാരൊക്കെ ഹിമാലയത്തിൽ പോകുന്നത്. ഞാൻ കൈലാസത്ത് പോയിട്ടുള്ള ഒരാളാണ്. കൈലാസത്ത് പരിക്രമണം നടത്തിയിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? ഹിമാലയത്തിലും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? കൊടും തണുപ്പത്ത് ഇങ്ങനെ സന്യാസിമാർ നിശ്ചലരായിട്ടിരിക്കുന്നത് കാണാം. പോകുന്ന നമ്മൾ 3-4 സെറ്റർ ഇടും. അവർക്ക് അങ്ങനെ ഒന്നുമില്ല. വെറും ഒരു ലങ്കോട്ടി മാത്രം അങ്ങോട്ട് ഉടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? നിശ്ചലര്. ചിലരാകട്ടെ പൂർണ്ണ നഗ്നര്, നിശ്ചലരായിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ നിശ്ചലരായിരിക്കുന്നത്? ഇവർ ജനിച്ചതേ അങ്ങ് എവിടെയല്ല, ഹിമാലയത്തിലല്ല.
ഇവർ കൊച്ചുകുട്ടികളായിട്ട് എവിടെയോ ജനിച്ചു വളർന്ന് യുവത്വത്തിൻ്റെ എല്ലാം കണ്ട് പ്രപഞ്ചത്തിലെ കുറേ കാര്യങ്ങളും കണ്ടതിന് ശേഷമാണ് ഹിമാലയത്തിലേക്ക് പോയത്. അപ്പോൾ ഇവർ അതിൻ്റെ ഒരു പകുതി പ്രപഞ്ചത്തിൽ നിശ്ചലം ചലിച്ചു ഓടി നടന്ന് ആനന്ദം അനുഭവിച്ചവരാ. പിന്നെ എപ്പോഴോ സന്യസിക്കണമെന്ന് തോന്നി അവിടേക്ക് പോയി, അവിടെ നിശ്ചലമായിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇത് രണ്ടും അറിഞ്ഞവരാണ്. അപ്പം നിശ്ചലമായി ആ മഞ്ഞും കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനന്ദം ഭൂമിയിൽ അവർ സന്യാസിയാകുന്നതിന് മുമ്പ് ജീവിച്ച ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ തിരിച്ചു വന്നേനാണല്ലോ. സന്യാസം ഉപേക്ഷിച്ചിട്ട് അവർ തിരിച്ചു വന്നേനായിരുന്നല്ലോ. അപ്പോൾ ഹിമാലയത്തിൻ്റെ തണുപ്പിൽ നിശ്ചലരായിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അവരാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചലിക്കുന്നവൻ ആനന്ദം കിട്ടില്ല. ഇവർ ഭൂമിയിൽ കുറേ നാൾ 10-20 വർഷം അല്ലെങ്കിൽ 25 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടന്ന് ചലിച്ചിട്ട് ആനന്ദം കിട്ടാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഹിമാലയത്തിൽ പോയിട്ട് അവിടെ നിശ്ചലരായിട്ടിരുന്നത്. ബുദ്ധനും ഒക്കെ നല്ലൊരു പങ്കും, ബുദ്ധൻ എപ്പോഴും ഓടിച്ചാടി നടക്കുകയല്ലോ ഇല്ലേ, ബോധോദയം കിട്ടിയതിന് ശേഷമാണ് ബുദ്ധൻ കുറച്ച് നമ്മളെ ഉദ്ധരിക്കാൻ നടന്നു തുടങ്ങിയത്. അപ്പം നിശ്ചലരായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആനന്ദം കിട്ടുന്നത്. കാരണം ചലിക്കുമ്പം നമുക്ക് വികാരങ്ങൾ വരും, ചിന്തകൾ വരും. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ നമുക്ക് ഓരോരോ വിചാരങ്ങൾ വരും. ആരെങ്കിലുമായിട്ട് സംസാരിച്ച് പൊരുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചായി ചിന്ത. ഈ വിചാരങ്ങൾ നിങ്ങളുടെ ശക്തിയെ കുറയ്ക്കും. അപ്പം നിങ്ങൾ ചലിക്കുമ്പം വിചാരം വരും, വിചാരം ശക്തിയെ കുറയ്ക്കും. അതോടുകൂടി എന്ത് സംഭവിക്കും, നിങ്ങളുടെ ആനന്ദവും ബലവും കുറയും. ഒരു സൂഫി കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു ഭിക്ഷക്കാരൻ ഒരു മകനുണ്ട്, നല്ല ആരോഗ്യമാണ് അവന്. ആ ബാലനാണവൻ, പക്ഷെ ഭയങ്കര ആരോഗ്യമാണ്. ഇവനെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഇവനെ ഒരിടത്ത് ഇരുത്തിയിട്ട് അങ്ങ് പോകും ഇവൻ്റെ പിതാവ്. അയാൾ ഭിക്ഷ എടുക്കാനായിട്ട് പോകും. ഇവൻ്റെ അടുത്ത് പറയും നീ അനങ്ങാതെ ഇവിടെ ഇരിക്കണം. അവൻ അവിടെ തന്നെ ഇരിക്കും, അനങ്ങത്തില്ല, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അവന് നല്ല ആരോഗ്യവുമാണ്. അപ്പോൾ അവന് ഭയങ്കര ആനന്ദവുമാണ്. അവൻ എപ്പോഴും അവൻ്റെ അച്ഛൻ തിരിച്ചു വരുന്നത് വരെ അവിടെ തന്നെ അവൻ നിശ്ചലനായിരിക്കും. അപ്പോൾ ഇവന് ഒരു കൗതുകമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ആന പോയി കഴിഞ്ഞാൽ ഇവൻ പുറവിനൂടെ ചെന്നിട്ട് ആനയുടെ വാലയെ പിടിച്ചങ്ങ് നിർത്തും. പിന്നെ ആനയ്ക്ക് ചലിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ആരോഗ്യമാണ്. ഒരു സൂഫി കഥയാണ് ഞാൻ പറയുന്നത്, അത്രയ്ക്ക് ആരോഗ്യമാണ്. അപ്പം അവിടുത്തെ രാജാവ് ആനപ്പുറത്ത് വരുമ്പോൾ ഇവൻ പുറവിനൂടെ ചെന്നിട്ട് എന്ത് ചെയ്യും, വാലയെ കയറി അങ്ങ് പിടിക്കും. പിടിച്ചു കഴിയുമ്പോൾ ആന അങ്ങ് നിൽക്കും. അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടും, ചിരിക്കാൻ തുടങ്ങും. കൊച്ചു ചെറുക്കനായതുകൊണ്ടൊന്നും ചെയ്യാനും വയ്യ. രാജാവ് പ്രധാനമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, ഒരു പിച്ചക്കാരൻ്റെ മോനെ കാരണം എനിക്കിപ്പം അതുവഴി പോകാൻ പോലും ഭയമാണ്. ഇവൻ ആനയുടെ വാലയെ പിടിച്ച് നിർത്തുന്നു. ഇവൻ എന്തൊരു ശക്തിയാണ്, ഇവൻ്റെ ശക്തിയെ ചോർത്താൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അപ്പോൾ പ്രധാനമന്ത്രി പറയും, നോക്കൂ, അവനെ എവിടെയെങ്കിലും ഒരു കൊച്ചു കട ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ശക്തി ചോർത്താം. അവനൊരു സർക്കാർ ഓഫീസിലെ ഗുമസ്തൻ പിയൂണായിരുന്നെങ്കിൽ അവൻ്റെ ശക്തി ചോർത്താം. അവനൊരു അധ്യാപകനാണെങ്കിൽ അവൻ്റെ ശക്തി ചോർത്താം. കാരണം അവൻ ചലിക്കുകയാണ്. നമുക്ക് ഓരോ കാരണങ്ങളങ്ങ് ഇട്ടു കൊടുത്താൽ മതി. ഇവൻ നിശ്ചലനായിരിക്കുന്നത് കൊണ്ട് ഇവന് വിചാരങ്ങളില്ല. ഓടിച്ചാടി നടക്കുന്നവനാണ് വിചാരങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഓഫീസിൽ പോകാൻ കാർ ഓടിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിചാരിച്ചുകൊണ്ട് പോകും. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരു വൃദ്ധനെ കണ്ടു. ആ വൃദ്ധൻ പറഞ്ഞു, ഞാൻ പറയുന്ന കണക്ക് ചെയ്. അവൻ്റെ അടുത്ത് പറ, ഇന്ന് തൊട്ട് നീ ഒരു കൊച്ചു ജോലി ചെയ്താൽ മതി. വൈകുന്നേരം ആ ക്ഷേത്രത്തിൽ പോയി ഒരു തിരി കൊളുത്തണം അവിടുത്തെ വിളക്കിൽ. അപ്പം നിനക്ക് ഒരു സ്വർണ്ണ നാണയം തരും. അപ്പോൾ പറയും, സ്വർണ്ണ നാണയോ? അതെ. അപ്പോൾ ചോദിക്കും, അതുകൊണ്ട് എങ്ങനെ ശക്തി കുറയും? ചെല്ല്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ചെറുക്കനെ വിളിച്ചിട്ട് ഒരു ജോലി കൊടുത്തു, ഒരു സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഇവന് നടന്നു പോയി അവിടെ പോയി വിളക്ക് കത്തിക്കണം. ആ വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ ഇവൻ ഭക്തി കൊണ്ടല്ല പോകുന്നത്. ഇന്ന് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നാളെ ആ സ്വർണ്ണ നാണയം, നാളെ രാവിലെ എനിക്കൊരു സ്വർണ്ണ നാണയം കിട്ടും. കണ്ടോ, അവൻ്റെ മനസ്സിലേക്ക് വിചാരങ്ങൾ കയറി തുടങ്ങി. അപ്പോൾ ഇന്ന് എനിക്കൊരു സ്വർണ്ണ നാണയം, നാളെ 2, മറ്റന്നാൾ 3, അപ്പോൾ 30 ദിവസമാകുമ്പോൾ 30 സ്വർണ്ണ നാണയം. ഈ ചിന്ത അങ്ങോട്ട് ഇവന് വന്നു തുടങ്ങി. അതിൻ്റെ അടുത്ത ദിവസം ഇവൻ പോയി ആനയുടെ വാലയെ പിടിച്ചപ്പോൾ ആന വാരി വെച്ച് തൂക്കി ഒരൊറ്റ ഏറി പോയി വീണ്.
അപ്പോൾ രാജാവ് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, ഇതാണ് കാര്യം. അവൻ്റെ മനസ്സിൽ ഈ വിചാരം വന്നു, അവൻ ചലിക്കാൻ തുടങ്ങി, അവൻ നടന്ന് അമ്പലത്തിൽ പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അവൻ്റെ ചിന്തകൾ ഇതാണ്, സ്വർണ്ണ നാണയം, പിന്നെ ചുമ്മാതിരിക്കുമ്പോഴും സ്വർണ്ണ നാണയം. നേരത്തെ അവൻ ബാലനായിരുന്നു, ഒരു ചിന്തകളും ഇല്ലായിരുന്നു, അപ്പോൾ അവന് ശക്തി കുറഞ്ഞു. അങ്ങനെ വിചാരങ്ങൾ വരുമ്പോൾ നമുക്ക് ശക്തിയും കുറയും, ആനന്ദവും കുറയും. അപ്പം നമ്മുടെ ശക്തിയും ആനന്ദവും കുറയ്ക്കുന്നത് ചലനമാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നിശ്ചലമായി നിൽക്കുമ്പം പരമാനന്ദം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ്. അതേ കണക്ക് തന്നെ നിങ്ങളുടെ കാര്യവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത് എപ്പോഴായിരിക്കും? ഗാഠനിദ്രയിൽ ഇല്ലേ? സ്വപ്നം പോലും കാണാതെ ഉറങ്ങുന്നു, കണ്ടില്ലേ? അപ്പം നിങ്ങൾ നിശ്ചലമാണ്. അപ്പം നിങ്ങൾ പുരുഷനല്ല, സ്ത്രീയല്ല, ഇല്ലേ? മക്കളില്ല, ആരുമില്ല. ആ അവസ്ഥയിൽ സ്വപ്നം പോലും കാണാത്തൊരവസ്ഥ. നിങ്ങൾ ആ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങളുടെ കാലൊക്കെ മുറിഞ്ഞ് പഴുത്ത് കഠിന വേദനയിലായിരിക്കും കിടക്കുന്നത്. ആ വേദനയിലങ്ങ് ഉറങ്ങിപ്പോന്നതാണ്. പക്ഷെ ആ ഗാഠനിദ്രയിൽ ഒന്നും അനുഭവിക്കുന്നില്ല. അപ്പം നമ്മൾ പറയത്തില്ലേ, ഓ അങ്ങനെ ഒരു ഉറക്കം കിട്ടിയിരുന്നെങ്കിൽ. അപ്പം നിശ്ചലതയിൽ എന്തുണ്ടാകുന്നു? ആനന്ദം ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക്, അടുത്ത സംശയത്തിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ബ്രഹ്മത്തിലെ ഓരോ തുള്ളികളാണ് നമ്മളിപ്പോൾ കടലിൽ നിന്ന് ഒരു ഫില്ലറി ഒരു തുള്ളി എടുത്ത് മാറ്റി വെക്കുന്നു. ആ ഒരു തുള്ളിയാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ആത്മാവ്. അപ്പം കടലിൽ ഉപ്പ് രസമുണ്ട്. സ്വാഭാവികമായിട്ടും കടലിൽ നിന്ന് എടുക്കുന്ന ആ തുള്ളിക്കും എന്തുണ്ടാകണം? ഉപ്പ് രസം ഉണ്ടാകണം. അപ്പം പിന്നെ എന്താണ്? ബ്രഹ്മത്തിന് ആനന്ദമുണ്ട്. അപ്പം നമുക്കും ആ തുള്ളിക്കും ആനന്ദമുണ്ട്. പക്ഷെ അതിന് പരിധി വന്നു. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. അപ്പോൾ ഇനി ശ്രദ്ധിച്ചു കേട്ടോളണേ. ബ്രഹ്മം ചലിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ഞാനും ബ്രഹ്മമാണ്, മനസ്സിലല്ലേ? പക്ഷേ ഞാൻ ചലിക്കുന്നുണ്ടല്ലോ. ഈ ബ്രഹ്മത്തിൻ്റെ തുള്ളിയാണ് ആത്മാവ്. വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ബ്രഹ്മം ചലിക്കുന്നില്ല, പക്ഷേ ബ്രഹ്മത്തിൻ്റെ അംശമാണ് ആത്മാവ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ വിചാരിച്ചാൽ മതി. ബ്രഹ്മം ഒരു കടൽ, ആ കടലിൽ നിന്ന് ഫില്ലറി ഒരു തുള്ളി എടുത്ത് മാറ്റുന്നു, മനസ്സിലായി? ആ കടലിന് ബ്രഹ്മമെന്ന് വിളിക്കുന്നു. ഫില്ലറിലെടുത്ത ഒരു തുള്ളിക്ക് ആത്മാവെന്ന് വിളിക്കുന്നു. അപ്പം കടലിന് ചലിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ തുള്ളിക്കും ചലിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ബ്രഹ്മത്തിന് ചലിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആത്മാവ് എങ്ങനെ ചലിക്കും? നമ്മൾ എപ്പോഴും പറയത്തില്ലേ, ഗതി കിട്ടാതെ ആത്മാവ് അലയുന്നു എന്ന്. സത്യമാണ്, ആത്മാവ് ചലിക്കുന്നുണ്ട്, ബ്രഹ്മം ചലിക്കുന്നില്ല. ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോളണം. കൊൽക്കത്തയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന ആന്റണി ബുള്ളർ. ഈ ആന്റണി ബുള്ളർ എന്ന് പറയുന്ന ജഡ്ജി തൻ്റെ ലണ്ടനിലിരിക്കുന്ന ഭാര്യയ്ക്ക് കത്തയച്ചു. അങ്ങനെ എപ്പോഴും കത്തയക്കുന്ന പരിപാടിയുണ്ട്. സായിപ്പാണ് ആന്റണി ബുള്ളർ. അങ്ങനെ കത്തയക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ കത്തയക്കാൻ വേണ്ടി ഒരു ദിവസം എടുത്ത് മേശപ്പുറത്തിരുന്ന് ഇദ്ദേഹം കത്തെഴുതുകയാണ്. അങ്ങനെ കത്തെഴുതിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് തൊട്ടു മുന്നിൽ ഒരു പുക പോലൊരു രൂപം, ഒരു സ്ത്രീ, ഒരു നേർത്ത രീതിയിൽ സുതാര്യമായ രീതിയിൽ കാണുകയാണ് ഒരു സ്ത്രീ. ഇയാൾ നോക്കിയപ്പോൾ കാണാം, ഇയാൾ കണ്ടത് ഇയാളുടെ ഭാര്യ. പെട്ടെന്ന് അവരങ്ങ് അപ്രത്യക്ഷമായി. ഇയാൾക്ക് ആകപ്പാട് അങ്കലാപ്പായി. അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടി. തൊട്ടടുത്ത ദിവസം ഇയാൾ വീണ്ടും മേശക്കരിയിലിരുന്നു എഴുതാനായിട്ട്. വീണ്ടും മേശക്കരിയിൽ എഴുതാനിരുന്നപ്പോൾ കാണാം, അതാ വീണ്ടും വരുന്നു. അയാൾ നോക്കിയപ്പോൾ ആ രൂപം, ആ നിശ്ചലമായിട്ട് അയാളുടെ ഭാര്യയുടെ രൂപം ഇങ്ങനെ ഒരു പുകമഞ്ഞിനകത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് പുകമഞ്ഞ് മാറി അങ്ങ് വ്യക്തമാവുകയാണ്. ഈ ആന്റണി ബുള്ളർ അപ്പം തന്നെ ബോധം കെട്ടങ്ങ് വീണു. പിന്നെ കുറേ കഴിഞ്ഞ് ആരോ വന്ന് കണ്ടാണ് ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചത്. പക്ഷേ അടുത്ത ദിവസം ആ തീരത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇദ്ദേഹം ഇത് വിശദമായി പറഞ്ഞ് ലണ്ടനിലിരിക്കുന്ന ഭാര്യയ്ക്ക് കത്തെഴുതി. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തുറമുഖത്തണഞ്ഞ കപ്പലിൽ നിന്നൊരു സന്ദേശം വന്നിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, ഇത്രാം തീയതി ഇത്ര മണിക്ക്. അപ്പോൾ ആന്റണി ബുള്ളർ പറയുന്നത്, ഇദ്ദേഹം ആദ്യമായിട്ട് ആ സ്ത്രീരൂപം കണ്ടില്ലേ, ആ സമയത്താണ് അവിടെ മരിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ലണ്ടനിൽ മരിച്ച സ്ത്രീയുടെ ആത്മാവ് എവിടെ വന്നിരിക്കുകയാണ്? ലണ്ടനിൽ മരിച്ച ആ സ്ത്രീയുടെ ആത്മാവ് അവിടുന്ന് കൊൽക്കത്തയിലെത്തിയിരിക്കുന്നു. അപ്പം ആത്മാവ് ചലിക്കുന്നുണ്ടല്ലോ.
ബ്രഹ്മം ചലിക്കുന്നില്ല. ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആത്മാവ് എങ്ങനെയാണ് ചലിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ മറ്റൊരു സംഭവം പറഞ്ഞു തരാം. ഇല്ലേ, ബീഹാറിലെ ജിറാദ് എന്ന് പറയുന്ന തിയേറ്റർ, ബീഹാറിലെ ജിറാദ് എന്ന് പറയുന്ന തിയേറ്ററിൽ 1961 ശാകുന്തളം നാടകം അവതരിപ്പിക്കുകയാണ്. അന്ന് ശകുന്തളയായിട്ട് അഭിനയിക്കുന്നത് കൊൽക്കത്തയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റേജ് നടിയായിട്ടുള്ള മഞ്ജുശ്രീയാണ്. അപ്പം ഈ നായിക ഞാനിനി നാടകത്തിൻ്റെ അന്ന് വന്നോളാം എന്ന് പറഞ്ഞ് റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഭയങ്കര പ്രശസ്തയായ നടിയാണ്. അപ്പോൾ ബീഹാറിലെ ജിറാദ് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത ആളുകളെല്ലാം വന്ന് നിൽക്കുകയാണ്. എല്ലാവരും വന്നിങ്ങനെ ഇരിക്കുകയാണ്. നാടകം തുടങ്ങാൻ സമയമായി. പക്ഷെ നാടകം തുടങ്ങാൻ സമയമായിട്ടും മഞ്ജുശ്രീ ഇല്ല. മഞ്ജുശ്രീ എവിടെ പോയി? മഞ്ജുശ്രീ ആരും കാണുന്നില്ല. ആ സംഘാടകർ അങ്കലാപ്പിലായി. ജനങ്ങളിരിക്കുന്നു, നാടകം തുടങ്ങാൻ സമയമായി. അപ്പോൾ വിചാരിച്ചു ഇനി ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കണക്ക് മൊബൈൽ ഫോണൊന്നും ഒന്നില്ലല്ലോ, ഫോണൊന്നുമില്ല, അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം വേറൊരു ഉപനടിയുണ്ട്, അവർക്ക് മേക്കപ്പ് ഇട്ട് തുടങ്ങി. മേക്കപ്പ് ഇട്ട് തുടങ്ങിയപ്പം കാണാം ഖേതച്ചുകൊണ്ട് ഓടി വരുന്നു മഞ്ജുശ്രീ. മഞ്ജുശ്രീ പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, എനിക്കൊരു ഇച്ചിരി പ്രോബ്ലമായിപ്പോയി എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് പറഞ്ഞു, കറക്റ്റ് സമയത്ത് എന്തായാലും ഞാൻ എത്തിയല്ലോ. അപ്പോഴത്തന്നെ എന്ത് ചെയ്തു? മേക്കപ്പൊക്കെ ഇട്ടു, നാടകം അഭിനയിച്ചു. ജനം നിർത്താതെ കൈയടിച്ചു. മനസ്സിലായില്ലേ? ഉജ്ജ്വലമായ അഭിനയമായിരുന്നു. കർട്ടൻ വീണ് കഴിഞ്ഞപ്പം അസാധാരണമായ ഒരു മഴ പെയ്തു. ഭയങ്കരമായിട്ടൊരു മഴ പെയ്തു. ഇടിയും മിന്നലും മഴയും. അപ്പോൾ ആളുകൾ പരക്കം പാഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മഞ്ജുശ്രീ അങ്ങ് പൊയ്ക്കളഞ്ഞു. സംഘാടകരൊട്ട് കണ്ടില്ല. അപ്പോൾ സംഘാടകർ പറഞ്ഞു, അയ്യോ നമ്മളോട് ഒരു യാത്ര പോലും പറയാതെയാണല്ലോ ഈ മഞ്ജുശ്രീ പൊയ്ക്കഴിഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അവരോട് പോയി നന്ദിയും പറയണം എന്ന് മാത്രവുമല്ല അവർക്ക് കൊടുക്കാനുള്ള രൂപ നമ്മൾ കൊടുക്കുകയും വേണം, ബാക്കി തുക കൊടുക്കണം. അങ്ങനെ സംഘാടകരെല്ലാവരും കൂടെ ബീഹാറിൽ നിന്ന് കൊൽക്കത്തയിലെത്തി. കൊൽക്കത്തയിലെ അമീർ അലി എന്ന അവന്യൂവിലാണ് ഇവർ താമസിക്കുന്നത്. അമീർ അലി എന്ന അവന്യൂവിൽ അവർ ചെന്ന് കതകിന് മുട്ടിയപ്പോൾ മഞ്ജുശ്രീയുടെ അമ്മ വന്ന് കതവ് തുറന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, മഞ്ജുശ്രീ എന്തിയെന്ന് ചോദിച്ചു. ഈ സ്ത്രീ പൊട്ടിയെന്ന് കരഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചെന്തു? അപ്പോൾ പറഞ്ഞു, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ മഞ്ജുശ്രീ തൻ്റെ മകനുമായിട്ട് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, അതെങ്ങനെ? ഇന്നലെ ഞങ്ങളെ കൂടെ വന്ന് നാടകം അഭിനയിച്ചതല്ലേ ഉള്ളൂ. അപ്പം മറ്റേ സ്ത്രീ ചോദിക്കുന്ന, അതെങ്ങനെ? 1.5 ആഴ്ചയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മരിച്ചുപോയ എൻ്റെ മോള് എങ്ങനെ നിങ്ങളെടുത്ത് വന്ന് പിന്നെ നാടകം അഭിനയിക്കുന്നു? അവർ കൊൽക്കത്ത ശ്മശാനത്തിൽ അവിടെ കൊണ്ടുപോയാണ് അവളെ ദഹിപ്പിച്ചത്. സംഘാടകരാകപ്പാടെ അങ്ങ് എന്ത് ചെയ്തു? വിഷമവൃത്തത്തിലായി. അവരുടനെ നാടകം എടുത്ത സമയത്തെ ആ ചിത്രങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ കാണാം എല്ലാ ഫോട്ടോസും ഉണ്ട്. മഞ്ജുശ്രീയുടെ ഫോട്ടോ വരുന്നിടത്തൊക്കെ നെഗറ്റീവ്, ശൂന്യം. അവിടെ മുഴുവനും ശൂന്യമായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചുപോയ മഞ്ജുശ്രീയുടെ ആത്മാവ് കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലെത്തി നാടകം അഭിനയിച്ചു. അപ്പോൾ ആത്മാവിന് ഇഷ്ടമുള്ള സമയത്ത് രൂപം പ്രാപിക്കാൻ പറ്റുമെന്ന് മനസ്സിലായോ? ആത്മാവിന് ബ്രഹ്മത്തിന് എന്തും പറ്റും, ഇഷ്ടമുള്ള സമയത്ത് രൂപം പ്രാപിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം? ആത്മാവെന്ന് പറയുന്നത് ചലിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആത്മാവെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ബ്രഹ്മം ചലിക്കാത്തത്, ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആത്മാവ് ചലിക്കുന്നു. അതാ കണ്ടില്ലേ, മരിച്ചുപോയ മഞ്ജുശ്രീ കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിൽ വന്ന് നാടകം അഭിനയിച്ചിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ നെഗറ്റീവ്സ് ഫോട്ടോ എടുത്തതിനൊക്കെ അവരുടെ ഭാഗം മാത്രം കിട്ടുന്നില്ല. ഇത് എങ്ങനെ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്. പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ ഐസ് കട്ട നിറഞ്ഞു നിൽക്കുന്നു. ആ ഐസ് കട്ട ഇങ്ങനെ ചരിവുണ്ട്. ആ ഐസ് കട്ടയിൽ ഒരു മുത്തുമണി ഇടുമ്പോൾ ആ മുത്തുമണി ഇങ്ങനെ നിരങ്ങി പോവുകയാണ്. മുത്തുമണി നിരങ്ങി പോകുന്നുണ്ട്, പക്ഷെ ഐസ് കട്ട അപ്പോഴും നിശ്ചലമല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായ? ഒരു വലിയ ഐസ് കട്ട, ആ ഐസ് കട്ടയുടെ പുറത്തൂടെ ഒരു മുത്തുമണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചു ജീവി ഇങ്ങനെ ഷുറന്നിങ്ങനെ ഒഴുകി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ജീവി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഐസ് കട്ട അവിടെ ഏത് തന്നെയാണ്? നിശ്ചലം തന്നെയാണ്. അത് അനങ്ങുന്നില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഞെരങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ആത്മാവല്ല,
നിങ്ങളൊരു കാര്യം വിചാരിക്കുക, നിങ്ങളുടെ ചിന്തകളെല്ലാവരും കൂടെ ചേർന്ന്, നിങ്ങളുടെ പ്രവൃത്തികൾ ചേർന്ന് ആത്മാവിനൊരു ലെയറുണ്ട്. ആത്മാവ് ആ ലെയറിനകത്ത് പൊതിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഈ ലെയറാണ് നിരങ്ങിപ്പോകുന്നത്. നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാരായണ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമ്പോൾ ഈ ലെയർ കാണത്തില്ല. അപ്പോഴാണ് നമ്മൾ എവിടെ വന്ന് ലയിക്കുന്നത്? ബ്രഹ്മത്തിൽ വന്ന് ലയിക്കുന്നത്. മനസ്സിലായ? ഇപ്പം നമ്മൾ മരിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ലെയറും കൂടെ എന്ത് ചെയ്യും? കൂടെ പോകും. ആ ലെയറാണ് ഈ കിടന്ന് ഞരങ്ങുന്നത്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. ആത്മാവെന്ന് പറയുന്നത് ബ്രഹ്മം നിഷ്കമ്പമാണ്, ചലിക്കത്തില്ല. പിന്നെ നിത്യപൂർണം, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതുമാണ് എന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതേ കണക്ക് തന്നെ നിരവധി പരമാനന്ദ പീയൂഷം, പരമമായ ആനന്ദം നൽകുന്നതാണ്. അപ്പം ആദ്യത്തെ ഒരു വരിയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ചലിക്കാതെ നിൽക്കുമ്പം എങ്ങനെ ആനന്ദം ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചലിക്കാതെ നിൽക്കുന്നതിൻ്റെ ഭാഗമായ ആത്മാവ് ചലിക്കുന്നു. ആത്മാവ് ചലിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർ തർക്കിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആത്മാവ് നന്നായിട്ട് ചലിക്കുന്നു. അപ്പം ആ ചലിക്കുന്ന ആത്മാവ്, അപ്പം ബ്രഹ്മം ചലിക്കുന്നില്ല, ആത്മാവ് ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബ്രഹ്മം അപ്പോഴും അവിടെ നിൽക്കുകയാണ്. പക്ഷെ അതിനകത്തുകൂടി ഒരു ഐസ് കട്ടയിലൂടെ ഒരു കൊച്ചു ജീവി, ഒരു ഒച്ചു തെന്നിപ്പോകുന്നത് ഒച്ചാണ്. പക്ഷേ ഐസ് കട്ട നിൽക്കുകയാണ്. ഇവിടെയും ആ ബ്രഹ്മത്തെ മൂടിയ ലെയറാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ആത്മാവ് നിശ്ചലമാണ്, ഈ ലെയറാണ് സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് കിടക്കാം. അടുത്ത വരി നോക്കിയാൽ നിങ്ങൾ, നിർലീന. നിർലീന എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന്. നിർലീന എന്ന് പറഞ്ഞാൽ എന്താ? അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അനേക മുക്താവലി. മുക്താവലി രണ്ടർത്ഥമുണ്ട്. ഒന്ന് മുത്തുമണികൾ, രണ്ട് ഈ മുക്തന്മാരായ മഹാത്മാക്കൾ. ലൗകിക സുഖമൊക്കെ ഉപേക്ഷിച്ച് ആ ലൗകിക സുഖത്തിൽ നിന്നൊക്കെ മുക്തന്മാരായി ബ്രഹ്മപദം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ള മഹാത്മാക്കളുടെ കൂട്ടം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിർലീന, ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്നു. നിർലീനം, അലിഞ്ഞു ചേർന്ന് കിടക്കുന്നു. അപ്പം നിർലീന ബ്രഹ്മത്തെക്കുറിച്ച് പറയാണ്. ഈ ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്ന് കിടപ്പുണ്ടെന്ന്. ആര്? അനേക മുക്താവലികൾ എന്ന് പറഞ്ഞാൽ അനേകം മുത്തുമണികൾ. ആ മുത്തുമണികൾ എന്ന് പറയുന്നത് മഹാത്മാക്കൾ. അനേകം മുക്തന്മാരായ, ജീവൻ മുക്തന്മാരായ, ഇനി ജന്മമെടുക്കണ്ട, മനസ്സിലായില്ലേ? അവർ പൊരുൾ കണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ബ്രഹ്മത്തെ കണ്ടവർ. ബുദ്ധനൊക്കെ എങ്ങനെയാണ്? മനസ്സിലായില്ലേ? ബുദ്ധനൊക്കെ ആരാണ്? മുക്തന്മാരാണ്. വർദ്ധമാന മഹാവീരനും ജൈനനുമൊക്കെ അവരുടെ കൂട്ടം, ആ മഹാത്മാക്കളുടെ കൂട്ടം അവിടെ ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നു സുഭഗതമേ. സുഭഗതം, അതിമനോഹരമായ, ഐശ്വര്യമുള്ള, നിർമ്മലം, വളരെ നിർമ്മലമായ. ഇതൊക്കെ എവിടെ കിടക്കുന്നു എന്ന് പറയുകയാണ്. ഏതാണ്? അലിഞ്ഞു ചേർന്ന് മഹാത്മാക്കളുടെ ഒരു കൂട്ടമുണ്ട്. എവിടെ ഉണ്ടെന്ന്? സുഭഗതമേ, അതിമനോഹരമായ, നിർമ്മല, പരിശുദ്ധമായ ബ്രഹ്മ. ഈ ബ്രഹ്മമാകുന്ന സിന്ധു, സമുദ്രത്തിൽ. ബ്രഹ്മത്തെ സമുദ്രത്തോട് ഉപമിച്ചിരിക്കുന്നു. അതെന്തിനു ഉപമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം ആ വരി ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് ഞാൻ നല്ലപോലെ പറഞ്ഞു തരാം. നിർലീന, അലിഞ്ഞു ചേർന്ന് കിടക്കുകയാണ്. അനേക മുക്താവലി. മനസ്സിലായില്ലേ? ആരാണ് അലിഞ്ഞു ചേർന്ന് കിടക്കുന്നത്? മുക്തന്മാരായ മഹാത്മാക്കൾ. ബുദ്ധനെയും ജൈനനെയും വർദ്ധമാന മഹാവീരനെയും യേശുവിനെയും ഒക്കെ പോലെയുള്ള മുക്തന്മാരായ ആത്മാക്കള്, ആ പരമമുക്തന്മാര് ഈ എന്ത് ചെയ്തിരിക്കുന്നു? അലിഞ്ഞു ചേർന്ന് കിടക്കുന്നു. അവരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടെന്ന്. കൂട്ടം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ബുദ്ധനുണ്ട്, കൃഷ്ണനുണ്ട്, ക്രിസ്തുവുണ്ട്, സകലരുടെയും ഒരു കൂട്ടമുണ്ട്. അത് എവിടെയാ ഉള്ളത്? സുഭഗതമേ, മനോഹരമായ, ഐശ്വര്യ, നല്ല മനോഹരമായ അല്ലെങ്കിൽ ഐശ്വര്യമായ, സുഭഗമായ, നിർമ്മല ബ്രഹ്മസിന്ധു, പരിശുദ്ധമായ ബ്രഹ്മമാകുന്ന സമുദ്രം. അപ്പോൾ ഈ വരിയുടെ രണ്ടാമത്തെ വരിയുടെ അർത്ഥം ഇത്രയുമാണ്. വളരെ നിർമ്മലമായ, പരിശുദ്ധമായ,
ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ, അതായത് ബ്രഹ്മത്തിൽ ഒരുപാട് മുക്തന്മാരുടെ ആത്മാക്കൾ അലിഞ്ഞു ചേർന്ന് കിടപ്പുണ്ട്. ബുദ്ധനും മഹാവീരനും യേശുവും എല്ലാവരുടെയും ആത്മാക്കൾ അവിടെ അലിഞ്ഞു ചേർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്, അനേക മുക്താവലികൾ. ഞാൻ ആദ്യമേ പറഞ്ഞു, മുത്തുകളും പിന്നെ ആരാണ്? മുക്തന്മാരായ മഹാത്മാക്കളും ഇവർ ലയിച്ചു ചേർന്ന് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ നിങ്ങൾക്കിതൊന്ന് വ്യക്തമാക്കി തരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോളണേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മത്തിൽ മുക്തന്മാരായ മഹാത്മാക്കൾ, വർദ്ധമാന മഹാവീരനും ജൈനനും ബുദ്ധനും യേശു ക്രിസ്തുവും എല്ലാം ഈ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന്, അലിഞ്ഞു ചേർന്ന് ബ്രഹ്മത്തിൽ കിടപ്പുണ്ടെന്ന്. ആവശ്യമുള്ള സമയത്ത് അവർ വരും എന്നാണ് അർത്ഥം. ഇപ്പം നേരത്തെ കണ്ടില്ലേ, ഒരു ദൈവീകതയും ഒന്നും ഇല്ലാഞ്ഞിട്ടും ആവശ്യം വന്നപ്പം മഞ്ജുശ്രീ ഒരു രൂപം പൂണ്ട് കൊൽക്കത്തയിൽ നിന്ന് എവിടെത്തി? ബീഹാറിലെത്തി നാടകം അഭിനയിച്ചിട്ട് പോയില്ലേ? ഒരു സാധാ സ്ത്രീ, അവർ ദൈവവും മഹാത്മാക്കളും ഒന്നുമല്ല. പക്ഷെ ആവശ്യം വന്നപ്പോൾ ആ മഞ്ജുശ്രീ എന്ത് ചെയ്തു? ആത്മാവ് വന്ന് ഇവിടെ വന്ന് അഭിനയിച്ചിട്ട് പോയി. പിന്നെ അലിഞ്ഞു ചേർന്ന മുക്തന്മാർക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ വരണമെന്ന് പറഞ്ഞാൽ വലിയ ആനക്കാരിയാണോ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമുക്കെല്ലാം അറിയാം, ആരാധ്യനായ അലക്സാണ്ടർ ജേക്കബ് സാർ. ഈ അലക്സാണ്ടർ ജേക്കബ് സാറ് പണ്ട് ജ്യോതിഷ രത്നത്തിൽ ഈ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച്, ഭൃഗുമുനിയുടെ ഭൃഗു സംഹിതയെക്കുറിച്ച് ഒരു ഇതെഴുതിയിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. പിന്നെ അദ്ദേഹം നിരവധി ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് പിന്നെ ഭൃഗു സംഹിത എടുക്കാനായിട്ട് ചന്ദരൂരുള്ള ശ്രീധരൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഈ ആരാധ്യനായ അലക്സാണ്ടർ സാർ എന്ത് ചെയ്യുന്നു? അവിടെ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഭൃഗുമുനി എഴുതിയ പുസ്തകമുണ്ട്. ആ ഭൃഗുമുനി എഴുതിയ പുസ്തകം അവിടുത്തെ ശ്രീധരൻ അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹം പറയുകയാണ്, അവിടെ കൗശിക മുനി വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇരുട്ട് മൂടും. സംസ്കൃതത്തിൽ തമസ്. അപ്പം തമസ് മൂടും എന്ന വരിയാണ് ആദ്യം വായിച്ചത്. ഇപ്പം സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് കൊണ്ട്, തമസ് മൂടുന്നത് കൊണ്ട് തോമസ് എന്നാണ് നിങ്ങളുടെ മുത്തച്ഛൻ്റെ പേര്, ശരിയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ. എന്നിട്ട് പറഞ്ഞു, കൗശിക മുനി ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സരസമായി തോന്നി. സരസം, സാറ, അപ്പൻ്റെ അമ്മയുടെ പേര് സാറ എന്നല്ലേ? അപ്പോൾ അലക്സാണ്ടർ സാറ് പറഞ്ഞു അത് ശരിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, കൗശിക മുനിയുടെ മൂക്കിലേക്ക് നല്ല സുഗന്ധദ്രവ്യത്തിൻ്റെ മണം വന്നു കയറി. 2 നാസാരന്ധ്രങ്ങളിലേക്കും ആ മണം വന്നു കയറി. അതിനകത്ത് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, യാക്കോബിയം മാരിയം. മനസ്സിലല്ലേ? 2 സുഗന്ധം, യാക്കോബിയം മാരിയം. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, യാക്കോബ്, ജേക്കബ്, അച്ഛൻ്റെ പേര് ജേക്കബ് എന്നല്ലേ? എന്നിട്ട് പറഞ്ഞു, അടുത്ത സുഗന്ധദ്രവ്യം കയറി, മാരിയം, മറിയം, അമ്മയുടെ പേര് മറിയം എന്നല്ലേ? എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബം ഒരു ത്രയമാണ്, തോമക, ത്രേസക, ജോസക ത്രയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ പേരാണ് തോമസ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞുള്ള പിന്നെ സഹോദരിയുടെ പേരാണ് ത്രേസ്യാമ്മ. ഏറ്റവും ഇളയതാണ് ജേക്കബ് സാറ്. ജേക്കബ് സാറിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ജോസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളണം. ഭൃഗു മഹർഷി എഴുതി, ഇവിടെ വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം നിങ്ങൾ. ഭൃഗു മഹർഷി എഴുതി വെച്ച പുസ്തകം എടുത്തിട്ടാണ് ഈ വായിക്കുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഭൃഗു മഹർഷി ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തു ജനിച്ചിട്ടില്ല. ഭൃഗു മഹർഷിയുടെ കാലം കഴിഞ്ഞ് പിന്നെയും 2000 വർഷം കഴിഞ്ഞിട്ടാണ് ജീസസ് ജനിക്കുന്നത്. അപ്പം ജീസസ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭൃഗു മഹർഷി എഴുതി വെക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞ് 2000 വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു ദിവ്യപുരുഷൻ വരുമെന്നും അദ്ദേഹത്തിൻ്റെ പേര് യേശു എന്നായിരിക്കുമെന്നും അദ്ദേഹം ജീസസ് എന്നറിയപ്പെടുമെന്നും, മനസ്സിലേ, ആ അദ്ദേഹം ഇവിടെ ഒരു മതം സൃഷ്ടിക്കുമെന്നും ആ മതത്തിൽ ഇന്ന ആൾക്കാർ ഇന്ന പേരോടുകൂടി ജനിക്കുമെന്നും ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക്, ഭൃഗു എന്ന മുനിക്ക്
നമ്മൾ മരിച്ചു കഴിഞ്ഞ് 2000 വർഷം കഴിഞ്ഞ് ഇന്ന ആൾ വരുമെന്ന് എഴുതണമെങ്കിൽ ആ ആൾ അവിടെ നേരത്തെ ഉണ്ടാകണ്ടേ. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ മരിച്ച് 2000 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ലാലു അല്ലെങ്കിൽ അനിൽകുമാർ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രണ്ട് വേണ്ടേ? അപ്പോൾ 2000 വർഷം കഴിഞ്ഞ് യേശു വരുമെന്ന് പറഞ്ഞാൽ യേശു ഈ ബ്രഹ്മത്തിലുണ്ട്. ആ ഉണ്ടെന്ന് ഉറപ്പ് വന്നതുകൊണ്ടല്ലേ ഭൃഗുവിന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നല്ലതുപോലെ മനസ്സിലായ ആ ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഒരു സാധാ സ്ത്രീയായ മഞ്ജുശ്രീക്ക് പോലും കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് വരാമെങ്കിൽ പിന്നെ മുക്തനായ യേശുദേവൻ എന്താ പ്രശ്നം? അപ്പൊ യേശു ആ ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന് കിടപ്പുണ്ട്. ആവശ്യം വരുമ്പോൾ ഇത്ര നാൾ കഴിയുമ്പോൾ യേശു എങ്ങോട്ടേക്ക് വരും? ഭൂമിയിലേക്ക് വരും. അങ്ങനെയാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, അതിൽ ഇന്ന ആൾക്കാർ യേശുവിൻ്റെ അനുയായികളായിട്ട് വരും, ഇന്ന പേരിൽ വരെ വരുമെന്ന് അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ജന്മം അമ്പലപ്പുഴയിലെ രാജാവായിരുന്നുവെന്നും നിങ്ങളെ ഒരു മന്ത്രി ചതിച്ചങ്ങാണ്ട് കുളത്തിൽ മുക്കിക്കൊന്നെന്നും ആ കുളത്തിൽ തന്നെ നിങ്ങളുടെ കാമുകി അവരുടെ പേര് ശോഭ എന്നാണ് അവർ ചാടി മരിച്ചുവെന്നും അവരും വീണ്ടും ജനിച്ചിട്ടുണ്ടെന്നും അവർ കൊല്ലം ദേശത്താണ് താമസിക്കുന്നതെന്നും അവരുടെ പേരിൽ പ്രഭ എന്നർത്ഥം വരുമെന്നും പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം കല്യാണം കഴിച്ചത് എലിസബത്താണ്. പിന്നീടാണ് അറിയുന്നത് പ്രഭ എന്നുണ്ടെന്ന്. അപ്പോൾ ആലോചിച്ചു നോക്കെ, ഇത് ആരാ എഴുതി വെക്കുന്നത്? 4000 കൊല്ലങ്ങൾക്ക് അപ്പുറം ജീവിച്ചിരുന്ന ഭൃഗുമുനി എഴുതി വച്ചിരിക്കുകയാണ്. അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന സാറ് യേശുവിൻ്റെ അനുയായിയായി ജനിച്ചിട്ട് കൊല്ലത്ത്, അതും കൂടെ ആലോചിച്ച് നോക്കണം, 4000 വർഷം മുമ്പ് ഇരുന്ന ഭൃഗു മഹർഷി എഴുതിയിരിക്കുകയാണ് കൊല്ലത്ത്. 4000 വർഷം മുമ്പ് കൊല്ലം എന്നൊരു സ്ഥലം പോലും കാണത്തില്ല. അതിനുശേഷമായിരിക്കും കൊല്ലം എന്ന പേര് വന്നത്. ആലോചിച്ച് നോക്കുക, രോമാഞ്ചം വരും. 4000 വർഷം മുമ്പ് ഭൃഗു മഹർഷി എഴുതി വെച്ചിരിക്കുകയാണ്, അലക്സാണ്ടർ സാറ് കൊല്ലം എന്ന ദേശത്ത് വന്നിട്ട് എലിസബത്ത് എന്ന പെണ്ണിനെ കെട്ടും. ആ പെണ്ണിന് പ്രഭ എന്നർത്ഥം, പിന്നെ പ്രകാശം എന്നർത്ഥം വരുന്ന വാക്കും ഉണ്ടായിരിക്കുമെന്ന് എഴുതി വെക്കണമെങ്കിൽ നമ്മളും ഇവരും എല്ലാം അവിടെ ഉണ്ടേ. അവിടെ ഒരു ലോകത്തുണ്ട്. ആ ലോകത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ യേശു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലെ മുക്താവലിയാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ എഴുതി വെക്കാൻ പറ്റിയത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിർലീന. ഇനി നിങ്ങൾക്ക് ആ വാക്ക് നല്ലപോലെ മനസ്സിലാക്കുക. നിർലീന, അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അനേക മുക്താവലി, അനേകം മുക്തന്മാര് അലിഞ്ഞ് ഈ ബ്രഹ്മത്തിനകത്ത് ചേർന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ ബുദ്ധനും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ഈ ജഗം, ഈ ലോകത്തിൻ്റെ ഇപ്പുറത്ത് 4 ദിക്പാലകന്മാർ കാത്തുരക്ഷിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ഇപ്പുറത്ത് മറ്റൊരിതുണ്ട്. അവിടെ 4 ദിക്പാലകന്മാർ കാത്തുരക്ഷിക്കുന്നു. അവിടെയൊക്കെ ആരാ ചെന്ന് എത്തുന്നതെന്നറിയാമോ? പുണ്യം ചെയ്ത മഹാത്മാക്കൾ അവിടെ എത്തും. പുണ്യം ചെയ്ത് മരിച്ചവരുടെ ആത്മാക്കൾ ഈ ദിക്പാലകർ നിൽക്കുന്ന ആ ലോകത്തേക്കാണ് എത്തിച്ചേരുന്നത്. അവർ 3 അയുധം വർഷം അവിടെ കഴിയും. അവിടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ഭൂമിയിലേക്ക് വന്ന് പറക്കും. നല്ലപോലെ മനസ്സിലായില്ലേ? ഇവിടുന്ന് മുക്തന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തേക്ക് പോകും. ആ ലോകത്തേക്കാണ് ബുദ്ധനും യേശുവൊക്കെ പോകുന്നത്. അവിടുന്നാണ് അവർ പിന്നെ ബ്രഹ്മത്തിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് യേശുവും ബുദ്ധനും വർദ്ധമാന മഹാവീരനുമൊക്കെ ആദ്യം മുക്തന്മാരായി അവരുടെ ആത്മാവ് പോയപ്പോൾ അവർ ഈ 4 ദിക്പാലകർ കാത്തു നിൽക്കുന്ന ലോകത്തേക്ക് പോകും. പോയിട്ട് അപ്പം അന്ന് യേശു വേറൊരു പേരിലായിരിക്കും, ബുദ്ധൻ വേറൊരു പേരിലായിരിക്കും. അതല്ലേ ബുദ്ധൻ്റെ 550 പരം ജന്മങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം 3 അയുധം ജീവിച്ചിട്ട് വീണ്ടും എങ്ങോട്ട് വരും? തിരിച്ചു വരും. നല്ലപോലെ മനസ്സിലായ? അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ ബുദ്ധദേവൻ മറ്റൊരു പേരിൽ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പുണ്യം ചെയ്തുകൊണ്ട് ഈ ലോകത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ലോകത്തിൻ്റെ ഉദയത്തിൻ്റെ 5 അടയാളങ്ങൾ അവിടുത്തെ ദേവതകൾ കണ്ടു. അപ്പം അവർ പറഞ്ഞു, ലോകാനുഗ്രഹത്തിന് വേണ്ടി അല്ലയോ ബുദ്ധ ഭഗവാനെ, അന്ന് ബുദ്ധൻ്റെ പേര് വേറെയാണ്, നിങ്ങൾ ബുദ്ധരെന്ന പേരിൽ ഇനിയും ഭൂമിയിൽ അവതരിക്കണം, നിങ്ങൾ അവതരിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ശരി, ഞാനിതാ വീണ്ടും പോകുന്നു, ലോകരക്ഷയ്ക്കായിട്ട് പോകുന്നു, ഇതെൻ്റെ അവസാനത്തെ യാത്രയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലോകത്ത് അവർ നിൽക്കും,
3 ആയിരം വർഷം ജീവിച്ചിട്ട് ഒരിക്കൽ കൂടി ഭൂമിയിൽ വരും. വന്ന് നമ്മളെയൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം നേരെ അങ്ങ് ബ്രഹ്മലോകത്ത് പോയി ലയിക്കും. ആ ബ്രഹ്മലോകത്തു നിന്നും അവർക്ക് വേണമെങ്കിൽ വീണ്ടും വരാൻ പറ്റും. അത്യാവശ്യമെന്ന് കണ്ടാൽ ആ ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്നിടത്തുനിന്ന് വീണ്ടും അവർ വരും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ബുദ്ധൻ പറഞ്ഞു, ഞാൻ എന്താ ഇതെൻ്റെ അവസാനത്തെ യാത്രയാണ്, എൻ്റെ ജന്മവും എൻ്റെ മൃത്യുവും ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കിനി ജന്മമില്ല, എനിക്കിനി മൃത്യുവില്ല, എനിക്കെൻ്റെ ഒറിജിനൽ പ്ലേസായ ബ്രഹ്മത്തിൽ ഞാൻ ലയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ബുദ്ധനായി ജനിക്കുമ്പോൾ എൻ്റെ ധർമ്മോപദേശം ആരൊക്കെ കേൾക്കുന്നുവോ അവർക്ക് ജനിമൃതികൾ അവസാനിക്കും. മനസ്സിലായില്ലേ? അവർ ജനിമൃതികൾ അവസാനിക്കും. അതുകൊണ്ട് നല്ലവരും നീതിബോധവുമൊക്കെയുള്ള ശാക്യവംശത്തിൽ ഞാൻ വന്ന് പിറക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ പറഞ്ഞതിന് ശേഷം ആകാശത്ത് നിന്നൊരു നക്ഷത്രം, കാമധേനുവിൻ്റെ പാൽ നിറമുള്ളത്, ആനയുടെ അടയാളമുള്ളത്, 6 രശ്മികളുള്ളത്, പനിനീർപ്പൂവിൻ്റെ നിറമുള്ളത്, ഉജ്ജ്വല പ്രഭയുള്ളത് നേരെ വന്ന് എന്ത് ചെയ്യുന്നു? ബുദ്ധഭഗവാന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ വലതുവശത്ത് വന്ന് അതിലൂടെ അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബുദ്ധൻ ജന്മം കൊള്ളുന്നത്. ഇങ്ങനെ തന്നെയാണ് യേശു എന്ന് പറയുന്നത്. ഇതിനെയാണ് ദിവ്യഗർഭം എന്ന് പറയുന്നത്. ജീസസും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടുന്ന് പുണ്യം ചെയ്ത് പോകുന്നവര് ഈ ജഗത്തിനോട് ചേർന്ന് മറ്റൊരു ലോകമുണ്ട് പുണ്യാത്മാക്കൾക്കുള്ളത്. അവിടെ 3 ആയിരം ജീവിച്ചിട്ട് നമ്മളെ ഉദ്ധരിക്കാൻ വീണ്ടും അവരിവിടെ വരും. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തിൽ ലയിക്കും. ആ ബ്രഹ്മത്തിൽ ലയിച്ചാലും അവരുടെ ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിന്ന് അവർക്ക് എത്താൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ ബുദ്ധനും യേശുവും എല്ലാം ഈ ബ്രഹ്മത്തിൽ ഇങ്ങനെ ലയിച്ചു കിടക്കുകയാണ്, കണികകളായിട്ടാണെന്ന് മാത്രം. എന്താ കണികകളായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും വീട്ടിൻ്റെ മുറ്റത്തിറങ്ങി കൈ വീശുമ്പോൾ അവിടെയൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാവരും ഉണ്ട്. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, സകല ആൾക്കാരും ഉണ്ട്. കണങ്ങളായിട്ടാണുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം വെറും കണങ്ങളായിട്ട് ഈ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ടി വി ഇല്ലേ, ആ ടി വിയിലെ ആൻറ്റിന വരുമ്പോൾ അവൻ വർക്ക് ചെയ്യുമ്പോൾ ഈ കണങ്ങളെയൊക്കെ എടുത്ത് യോജിപ്പിച്ച് മമ്മൂട്ടിയുടെ യഥാർത്ഥ രൂപമാക്കി ടി വിയിലോട്ട് ഇട്ട് തരുന്നു. കണ്ടോ? ഭൂമിയിലെ മനുഷ്യൻ ഇത്രയുണ്ട്. പിന്നെ ബ്രഹ്മത്തിൻ്റെ കാര്യം പറയണോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ? ഈ അന്തരീക്ഷത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കണങ്ങളായി നിൽക്കുക. നിങ്ങളുടെ വീട്ടിലെ ആൻറ്റിനെയാണ് ഇതിനെ പിടിച്ചിട്ട് നിങ്ങളുടെ ടി വിക്കകത്തേക്ക് ഇടുമ്പോൾ അത് ഏതായി മാറി? ചിത്രമായിട്ട് മാറുന്നു. അതുപോലെ ബുദ്ധനും യേശുവും ഒക്കെ ഈ ബ്രഹ്മത്തിൽ കണങ്ങളായി ലയിച്ചു കിടക്കുക. ആവശ്യം വരുമ്പോൾ അതിൻ്റെ ആൻറ്റിന വർക്ക് ചെയ്യുന്നു, അവർ രൂപം പൂണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ സാക്ഷാൽ ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുകയാണെന്ന് ആരെന്ന് പറയുന്നത്? നമ്മുടെ കൃഷ്ണ ഭഗവാനും. ആവശ്യം വന്നപ്പോൾ ആ കൃഷ്ണ ഭഗവാൻ അവിടുന്ന് വന്നു, ഒരു പൂർണ്ണ രൂപം പൂണ്ടു, സാക്ഷാൽ ഗുരുവായൂരപ്പനായി മാറി. മനസ്സിലായില്ലേ? അദ്ദേഹം ഓരോ കാലഘട്ടത്തിൽ ഓരോ രൂപം കിടക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് ഏത് ദൈവത്തെയും ആരാധിച്ചോ. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് ഡിക്ലെയർ ചെയ്ത ഒരു ദൈവം നമ്മുടെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും പറയും നിങ്ങൾ എന്നെ ആരാധിച്ചാലേ പറ്റൂ, നിങ്ങൾ എന്നെ ആരാധിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കൃഷ്ണൻ പറയുന്നത് നിങ്ങൾക്ക് ആരെ ആരാധിച്ചോ, ക്രിസ്തുവിനെ ആരാധിക്കണോ ആരാധിച്ചോ, നബിയെ ആരാധിക്കണോ ആരാധിച്ചോ, അള്ളാഹുവിനെ ആരാധിച്ചോ, ആരെയും ആരാധിച്ചോ, അത് എന്നിൽ വന്നു ചേരും. ഞാനാണ് സർവ്വതും. ഏതുപോലെ നോക്കൂ, പമ്പാ നദി മനസ്സിലായില്ലേ? പിന്നെ പമ്പാ നദിയുണ്ട്, ഭാരതപ്പുഴയുണ്ട്, പല പല പേര് നമ്മൾ നദികൾ അനുഭവപ്പെടുന്നു. പമ്പാ നദി, ഭാരതപ്പുഴ, ഇവരൊക്കെ ഒഴുകി ഒഴുകി എവിടാ ചെന്ന് ചേരുന്നത്? സമുദ്രത്തിൽ ചെന്ന് ചേരും. പമ്പയും ഭാരതപ്പുഴയും പെരിയാറും എല്ലാം സമുദ്രത്തിൽ ചെന്ന് ചേരും. പിന്നെ സമുദ്രമേ ഉള്ളൂ, പിന്നെ പമ്പയില്ല, ഒന്നുമില്ല. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് ഓരോ നദികളും ഒഴുകി സമുദ്രത്തിൽ വന്ന് ചേരും. ഒഴുകുമ്പം പേരുണ്ട്, പമ്പാ നദി, അതായത് യേശു ക്രിസ്തു, അങ്ങനെ ബുദ്ധൻ, പല പല പേരുണ്ട്. വന്ന് ലയിക്കുന്നത് സമുദ്രത്തിൽ, പിന്നെ സമുദ്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും സ്മരിച്ചുകൊള്ളൂ, അത് ഞാനാകുന്നു, സർവ്വതും ഞാനാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യം. ഇനി ഈ ബ്രഹ്മത്തെ എന്തുകൊണ്ടാണ് ബ്രഹ്മസിന്ധൗ എന്ന് വിളിച്ചത്? ബ്രഹ്മത്തെ കടലിനോട് എന്തുകൊണ്ടാണ് ഉപമിച്ചതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ബ്രഹ്മം അനന്തമാണ്, പരിധിയില്ലാത്തതാണ്,
കടൽ അങ്ങനല്ല, കടലിന് പരിധിയുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് പരിധിയില്ലാത്ത ബ്രഹ്മത്തെ പരിധിയുള്ള കടലിനോട് ഉപമിച്ചതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ പരിചയത്തിലുള്ള ഇത്രയും അനന്തവിശാലമായ മറ്റൊരു ഉദാഹരണം ഭട്ടതിരിപ്പാടിന് ചൂണ്ടിക്കാണിക്കാനില്ല. ബ്രഹ്മത്തിൻ്റെ വിശാലത കാണിക്കാൻ നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളെടുത്താൽ കടലേ ഉള്ളൂ എന്ന് മാത്രവുമല്ല, ബ്രഹ്മത്തിൽ യേശുവും പിന്നെ ആരാണ് ബുദ്ധനും വർദ്ധമാനനും ഒക്കെ ലയിച്ചു ചേർന്നിരിക്കുന്നു. അത് കാണിക്കാൻ നിങ്ങൾക്ക് കടലാണ് ഏറ്റവും നല്ലത്. കാരണം കടലിനകത്ത് മുത്തുച്ചിപ്പികളും അവയ്ക്കുള്ളിൽ മുത്തുകളും കോടിക്കണക്കിന് രത്നങ്ങളിലെ കടലിൽ ലയിച്ചു കിടക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ കടലിനെ രത്നാകരം എന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ ഈ കടലിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചോട്ടോണം, കടലിൻ്റെ ഉള്ളിൽ രത്നങ്ങളും മറ്റും മുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കടലിൻ്റെ ഉള്ളിൽ രത്നങ്ങളും മുത്തുച്ചിപ്പികളും ഒക്കെ മുങ്ങിക്കിടക്കുന്നു. കടൽ എന്ത് വിശാലമാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു, ബ്രഹ്മം കടൽ പോലെയാണെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ആ ബ്രഹ്മമാകുന്ന കടലിനകത്ത് കടലിൽ രത്നങ്ങൾ കിടക്കുന്നത് പോലെ കടലിൻ്റെ നമുക്ക് കടലിൽ നോക്കിയാൽ രത്നം കാണാൻ പറ്റുമോ? ഇല്ല. കടലിൻ്റെ അടിയിൽ ചെന്നാലല്ലേ കാണാൻ പറ്റൂ. അതുപോലെ ഈ ബ്രഹ്മത്തിനകത്ത് ബുദ്ധനും ക്രിസ്തുവും വർദ്ധമാന മഹാവീരനും സകലരും ലയിച്ചു കിടക്കുന്നു, കൃഷ്ണനും എല്ലാം ലയിച്ചു കിടക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് രൂപം പൂണ്ടു വരും. അങ്ങനെ രൂപം പൂണ്ടു വന്നതാണ് ഗുരുവായൂർ ശ്രീലകത്ത് വിലസുന്ന കൃഷ്ണ ഭഗവാൻ. ആ വരി കണ്ട, നിർലീന അലിഞ്ഞു ചേർന്ന് കിടക്കുകയാണ് അനേക മുക്താവലി, മുക്തന്മാരായ മഹാത്മാക്കളുടെ സഞ്ചയം. സുഭഗതമേ എവിടെ കിടക്കുന്നു? സുഭഗതമേ ഇല്ലേ? സുഭഗതമേ അതിമനോഹരമായ നിർമ്മല ശുദ്ധമായ ബ്രഹ്മസിന്ധു, ബ്രഹ്മമാകുന്ന കടലിൽ. ഇപ്പൊ നിങ്ങൾക്കിത് നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ആ മൂന്നാമത്തെ വരി നിങ്ങൾ നോക്കിക്കൊള്ളണം. 3ഉം 4ഉം വരിയിൽ വലിയ കഥയൊന്നുമില്ല, വലിയ ഗഹനമായ തത്വങ്ങളൊന്നുമില്ല. ഗഹനമായ തത്വങ്ങളൊക്കെ 1ാമത്തെയും 2ാമത്തെയും വരിയിലാണ്. അത് മനസ്സിലായല്ലോ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്, എങ്കിലും കേട്ടോളൂ. കല്ലോലോ ഉല്ലാസ, അങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്. കല്ലോലം അധികം ഉല്ലാസ, ചേർത്തെഴുതുമ്പം കല്ലോലോ ഉല്ലാസ തുല്യം. കല്ലോലം തിരമാല, വലിയ തിരമാലകൾക്ക് തുല്യമാണെന്ന്, കടലിലെ തിരമാലകൾക്ക് തുല്യമാണെന്ന്. എന്തു തുല്യമാണെന്ന് ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ പോവുക. ഖലു, ഖലു തീർച്ചയായും തുല്യമാണ്. ഏത്? വിമലതരം, പരിശുദ്ധമായ, കളങ്കമില്ലാത്ത സത്വം. ആ രൂപം, പരിശുദ്ധമായ ഗുരുവായൂരപ്പൻ്റെ രൂപം, അത് എവിടുന്ന് വന്നു? മാഹുസ്തദാത്മാ ഇല്ലേ? ബ്രഹ്മത്തിൽ നിന്ന് ആ രൂപത്തോടു കൂടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. കരയിലിരിക്കുന്ന ഒരാൾക്ക് കടലിലെ തിരമാല കാണുമ്പോൾ കടലും തിരമാലയും രണ്ടാണെന്ന് തോന്നും. കരയിലിരിക്കുന്ന ഒരാൾക്ക് നോക്കുമ്പോൾ നടുക്ക് കാണുന്ന അത് കടലും താഴെ വന്നിങ്ങനെ അടിക്കുന്നത് തിരമാലയും. സത്യത്തിൽ കടലും തിരമാലയും രണ്ടും രണ്ടല്ല. കടലും തിരമാലയും രണ്ടും ഒന്നാണ്. കടലിനുണ്ടാകുന്ന ചില ചലനങ്ങളാണ് തിരമാല. അതുപോലെ ബ്രഹ്മവും ബ്രഹ്മത്തിലെ സത്വഗുണവും ലയിച്ചു ചേർന്ന് കിടക്കുകയാണ്. കടലും തിരമാലയും പോലെ ഒന്നാണ് ബ്രഹ്മവും സത്വഗുണവും. അതുപോലെ തന്നെ ആ ബ്രഹ്മത്തിലെ സത്വഗുണം പൂണ്ട ഗുരുവായൂരപ്പനും, ശ്രദ്ധിച്ചു കേട്ടോളണം, കടലും തിരമാലയും രണ്ടും രണ്ടല്ല. പക്ഷേ കരയ്ക്കിരിക്കുന്ന നമുക്ക് തോന്നും രണ്ടായിട്ട്. അതുപോലെ സത്വഗുണം ലയിച്ചു ചേർന്ന ബ്രഹ്മവും ആ ബ്രഹ്മം ഒരു രൂപം പൂണ്ട് വന്ന് നിൽക്കുന്ന ഗുരുവായൂരപ്പനും രണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. രണ്ടല്ല, ഒന്ന് തന്നെ.
കടല് തന്നെയാണ് തിരമാല, തിരമാല തന്നെയാണ് കടല്. അതുപോലെ ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരപ്പൻ, ഗുരുവായൂരപ്പൻ തന്നെയാണ് ബ്രഹ്മം. ഇതാണ് ആ മൂന്നാമത്തെ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ വരി നോക്കേ നിങ്ങൾ. കസ്മാന്നോ, കസ്മാന്നോ എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. കസ്മാന്നോ നാലാമത്തെ വരി ഞാൻ വായിക്കുമ്പോൾ ബുക്കിൽ നോക്കിക്കോ. നിഷ്കളസ്ത്വം, നിഷ്കളങ്കനാണ്. എന്തുകൊണ്ട് ഗുരുവായൂരപ്പൻ നിഷ്കളങ്കനല്ല? അത് കാവ്യാത്മകമായി പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ആ വരിയുടെ അർത്ഥം ഇത്രയുമാണ്: സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിഷ്കളങ്കനാണ്. സകള ഇതി വജസ്, സകള ഇതി വജസ് എന്ന് പറഞ്ഞ സകള എന്ന വാക്ക്, ആ വാക്ക് എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയാൻ പോവുകയാണ്. ത്വത്കലാസ്വേവ, ത്വത്കല, കല അംശം ഭാഗം, ത്വത്കലാസ്വേവ അങ്ങയുടെ കലകൾക്ക് മാത്രം ചേരുന്നത്, അങ്ങയുടെ അംശത്തിൽ നിന്ന് ഉണ്ടായവയ്ക്ക് മാത്രം ചേരുന്നതാണ് ഭൂമൻ. ഭൂമൻ ശക്തിയും ചൈതന്യവും ഉള്ളവനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സത്വഗുണം പൂണ്ട സാക്ഷാൽ ഗുരുവായൂരപ്പൻ യാതൊരു കളങ്കവുമില്ലാത്ത നിഷ്കളങ്കനാണ്. അതായത് എല്ലാം ചേർന്നതാണ്. അപ്പൊ ഈ സകള എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പൊ ഈ വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ഗുരുവായൂരപ്പന്റെ കലകളാണെന്ന്. എന്താണ് കലകള്? അംശങ്ങള്, വിഭൂതികൾ എന്ന് നമ്മൾ കുറച്ചും കൂടെ പറയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുവോ അതെല്ലാം ആരാകുന്നു? സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കലകളാണ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വൃക്ഷം അത് വളരുന്നു. അത് വളരുന്നത് എന്തുകൊണ്ടാണ്? അത് ഗുരുവായൂരപ്പൻ്റെ അംശമായതുകൊണ്ടാണ്. ആ അംശത്തിൻ്റെ ശക്തി കൊണ്ടാണ് അത് വളരുന്നത്. അതാണ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്, ഭൂമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ആ ശക്തി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും, വൃക്ഷങ്ങള്, നദികള്, പർവ്വതങ്ങള്, സമുദ്രങ്ങള്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഇത് മാത്രവുമല്ല, അന്തരീക്ഷത്തിലെ നക്ഷത്രങ്ങള്, സൂര്യനെ, അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണുന്നുവോ, അതായത് ദേവന്മാര് കാണുന്നു, അസുരന്മാര് കാണുന്നു, പിന്നെ വിവിധ ലോകങ്ങൾ കാണുന്നു, മനുഷ്യര് കാണുന്നു, കോടിക്കണക്കിന് ജീവികൾ കാണുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാം ഗുരുവായൂരപ്പാ അങ്ങയുടെ അംശങ്ങളാണേ എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ, നിങ്ങളുടെ വീട്ടിലോടുന്ന പല്ലി, പാറ്റ, ചെലന്തി, സകലതും ഗുരുവായൂരപ്പൻ്റെ അംശങ്ങളാണ്. ഗുരുവായൂരപ്പൻ്റെ അംശങ്ങളല്ലാത്ത യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതാണ് നാലാമത്തെ വരിയിലൂടെ പറയുന്നത്. അപ്പൊ സകലനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ സകലതും, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല രൂപങ്ങളും അങ്ങയുടെ കലകളാണ്. മനസ്സിലായ? അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാനേ അവിടുത്തെ കലകളാണ്. ദേവന്മാരും ഭഗവാൻ, അസുരന്മാരും ഭഗവാൻ, വിവിധ ലോകങ്ങളും ഭഗവാൻ, സൂര്യനും ഭഗവാൻ, നക്ഷത്രവും ഭഗവാൻ, ചന്ദ്രനും ഭഗവാൻ, പല്ലിയും ഭഗവാൻ, പാറ്റയും ഭഗവാൻ, പുഴുവും ഭഗവാൻ, ഞാനും ഭഗവാൻ, നിങ്ങളും ഭഗവാൻ, സകലതും 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 ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അപ്പൊ കവി പറയുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ സർവേശ്വരനാണ്, മോക്ഷസ്വരൂപനാണ്. മോക്ഷം കിട്ടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് കൃഷ്ണന്റെ പാദസേവയാണ്. ആ പാദസേവ കൊണ്ട് മാത്രമാണ് സാക്ഷാൽ ഭട്ടതിരിപ്പാടിന് എന്ത് ചെയ്തത്? മോക്ഷം കിട്ടിയത്. അപ്പൊ കവി പറഞ്ഞു വെച്ചത്, ഈ പ്രപഞ്ചത്തിൽ മോക്ഷം കിട്ടാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, സാക്ഷാൽ പരബ്രഹ്മം. പരബ്രഹ്മം തൻ്റെ പൂർണ്ണ ഗുണങ്ങളോടുകൂടി ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് വിലസുന്ന ശ്രീകൃഷ്ണൻ, ആ പാദസേവ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ. ഭട്ടതിരിപ്പാട് വന്ന് ചെയ്തത് ആ പാദസേവയായിരുന്നു. അപ്പൊ അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയുടെ പാദസേവ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ
അങ്ങയുടെ പാദങ്ങളിൽ വീണലിയാൻ എന്നെ അനുഗ്രഹിക്കണേ. എന്നെ ജനിമൃതികളിൽ നിന്ന് മോചിപ്പിക്കണേ. എനിക്കിനി ജനനം വേണ്ടായേ, എനിക്കിനി മരണവും വേണ്ടായേ, എനിക്ക് യാതൊന്നും വേണ്ടായേ. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ, എൻ്റെ കണ്ണ, എൻ്റെ വൃന്ദാവന കണ്ണ, എന്നെ ജനിമൃതികളിൽ നിന്ന് മോചിപ്പിക്കണേ. അവിടുത്തെ പാദസേവ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഭഗവാൻ മതിയേ. ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ, ആ പാദസേവ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനേ, ജീവൻ എടുക്കുന്ന സമയത്ത്, ആത്മാവ് വേർപെടുന്ന സമയത്ത് നാരായണ നാരായണ എന്ന് ജപിക്കാനുള്ള കഴിവ് മാത്രം തരണേ. എനിക്ക് വേറെ ഒന്നും വേണ്ടേ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിടുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് എൻ്റെ ഭഗവാനേ ഈ നാവ് പൊക്കിക്കൊണ്ട് നാരായണ നാരായണ എന്ന് വിളിക്കാനുള്ള അനുമതി തരണേ. കൃഷ്ണ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.